ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് കേട്ടോ ഞങ്ങൾക്കൊരു ടി വി വേണമെന്ന്. കാരണം ടി വി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് 10-25 വർഷമായിട്ടുള്ള ടി വി ആയിരുന്നു കേട്ടോ. നല്ലൊരു ടി വി ആയിരുന്നു. അത് കേട് വന്നിട്ട് കുറേ ആയി. അപ്പോൾ പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അത് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളുടെ പൂക്കളായിരുന്നു കേട്ടോ അത് അന്നത്തെ ദിവസത്തെ. അപ്പോൾ കാറിൻ്റെ ഡിക്കിൽ കയറ്റാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്നിട്ട് ഫ്രണ്ട് സീറ്റിൽ വെച്ചു കേട്ടോ ടി വി. ഞങ്ങൾ പട്ടാമ്പിക്കാണ് പോകുന്നത് മാറ്റാൻ. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നന്ദിലത്ത് ജിമാർട്ടിക്കാണ് പോകുന്നത്. സ്മാർട്ട് ടി വി വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം ഇനി ഇങ്ങനത്തെ ടി വി ഒന്നും ഇറങ്ങണില്ലല്ലോ. കാര്യം എന്ത് പറഞ്ഞാലും ഒരുപാട് വർഷം അത് ഓടിയുണ്ട് കേട്ടോ. അതാ നന്ദിലത്ത് ജിമാർട്ടിക്ക് ഞങ്ങൾ കയറി ടി വി നോക്കി. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞ ടി വി വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്. 32 ഇഞ്ചിൻ്റെ ടി വിയാണ് വാങ്ങിയത്. പിന്നെ 16,500 17,500 അങ്ങനെ ഒരുപാട് റേറ്റിനുണ്ട്. അത്രയൊന്നും വേണ്ട പറഞ്ഞു. പഴയ ടി വി കിഴിച്ചിട്ട് നമുക്ക് ഓഫറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 12 സംതിങ്ങിൻ്റെ ടി വിയാണ് ഞങ്ങൾ നോക്കിയത്. അത് ഓഫറിനൊക്കെ കിട്ടിയപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയതായി ഈ ടി വിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. അയ്യോ അതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറക്കും. ഫോർമെൻറ്റിയോ അങ്ങനെ എന്തോ കമ്പനീൻ്റെ ടി വിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ടി വി തന്നെ. യൂട്യൂബ് കണക്റ്റ് ആക്കാൻ പറ്റും, നെറ്റ്ഫ്ലിക്സ് പറ്റും, എല്ലാം നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അത് ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഓരോന്ന് നമുക്കിങ്ങനെ തോന്നും കേട്ടോ, ഇത് വാങ്ങണം അത് വാങ്ങണം. പക്ഷേ ചിക്കിലി കയ്യിലുണ്ടെങ്കിലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അത് ഓർമ്മ വേണം ഗൈസ്. അത് കാരണം ഞങ്ങൾ വെറുതെ നോക്കി വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തു. ഒരു ഫ്രിഡ്ജിൻ്റെ വിലയൊക്കെ കേൾക്കണം ഗൈസ്. 88,000 കണ്ടോ, 65,000, 1 ലക്ഷത്തിൻ്റെ ഫ്രിഡ്ജ്, 2 ലക്ഷത്തിൻ്റെ ഫ്രിഡ്ജ്. ഇതൊക്കെ വാങ്ങണവരുണ്ടായിരിക്കും അല്ലേ? ഉണ്ടാവും. പണക്കാർക്ക് വാങ്ങാനോ അല്ലേ? സാധാരണക്കാർക്ക്, ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ. അത് അത്ര വിലവരുടെ ഫ്രിഡ്ജ് അത് വാങ്ങാം. പിന്നെ ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ പറ്റും കേട്ടോ. പിന്നെ ഈ ടി വി കണ്ടില്ലേ, ഞാൻ പറയുന്നത് നമ്മുടെ അമ്മ ഞങ്ങൾ വീട് വെച്ച ഇത്രയും വലിയ ടി വി ആവും വാങ്ങുക പറഞ്ഞപ്പോൾ അമ്മ നടക്കട്ടെ പറയായിരുന്നു കേട്ടോ. നല്ല രസം തോന്നി എനിക്ക് ആ ടി വി കണ്ടപ്പോൾ. ഞാൻ പറയാമല്ലോ, നമുക്ക് പറയണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നമുക്ക് ഓരോ യോഗ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടല്ലേ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ അത് ആ ടി വി ഒക്കെ വാങ്ങി പാക്ക് ചെയ്തു, പൈസ കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ട്, പൂരിപ്പിച്ചിട്ടോളാൻ പറഞ്ഞു. നമുക്ക് പിന്നെ ലക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും വെറുതെ പൂരിപ്പിച്ചിട്ടു. നീ ചക്കഭാഗ്യത്തിന് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ അവിടെ ഫോണുകൾ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ വെറുതെ കണ്ണോടിച്ച് നോക്കിയിട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് ഓണക്കോടി എടുക്കാനാണ് ഗെയ്സ്. അച്ഛൻ്റെ വക ഓണക്കോടി ഉണ്ടായിരുന്നു കുട്ടികൾക്കും അതുപോലെ തന്നെ എനിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ആദ്യം എടുക്കാൻ വെച്ചിട്ട് പോയി. വേദുട്ടനെ ജീൻസ് പാൻറ്റും ടീഷർട്ടും എടുത്തു. ബേബിക്ക് കുറേ നോക്കി നല്ലൊരു ഷർട്ടും ജീൻസ് പാൻറ്റും എടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നേ. ഈ ഷർട്ടാണ് കേട്ടോ അവൾക്ക് എടുത്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവൾക്ക്. ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് എനിക്കൊരു ടോപ്പ് എടുത്തു, ഏട്ടനെന്തോ മുണ്ടെടുത്തു, അമ്മയ്ക്ക് മാക്സിമം വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളും അവളുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ചോറൊക്കെ കൊണ്ടു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സ്മാർട്ട് ടി വി എന്നുള്ളത്. അത് ഞങ്ങൾക്ക് സാധിച്ചു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ബൈ.